ഓം മഹേശ്വരിയെ നമഃ. ലളിത സഹസ്രനാമം അർത്ഥം. ഇന്ന് 7 വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. നാമങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ദേശകാല പരിച്ഛിന്ന സർവക സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവ പതിവ്രത സമ്പ്രദായേശ്വരി സ്വാതി ഗുരുമണ്ഡലരൂപിണി കുളോതീർണ ബഗാരാധ്യ മായ മധുമതീമഹി ഗുണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കാലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യാനദേശ്വരി മിഥ്യാ ജഗതാധിഷ്ഠിന മുക്തിദ മുക്തിരൂപിണി ലാസ്യപ്രിയാലയങ്കരി ലഞ്ചാരംഭാതിവന്ദിത ഭവതാവസുധാവൃഷ്ടി പാപാരണ്യദവാനല ദൗർഭാഗ്യതുലവാതുര ജരാദ്വാന്തരവിപ്രഭ. ഇത്രയും നാമങ്ങളുടെ അർത്ഥമാണ് ഇന്ന് നോക്കുന്നത്. ആദ്യം ദേശകാല പരിച്ഛിന്ന സർവക സർവമോഹിനി. ദേശകാല പരിച്ഛിന്ന, ദേശകാലങ്ങൾക്കും അതീതമായവളാണ് ദേവി. എന്നും എവിടെയും ഏത് സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ളതാണ് ദേവി. സർവക ചൈതന്യരൂപേണ എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. എല്ലാ ദിക്കിലും ഗമിക്കുന്നവളാണ് ദേവി. സർവമോഹിനി, എല്ലാവരെയും മായയാൽ മോഹിപ്പിക്കുന്നവളാണ് ദേവി. സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി. സരസ്വതിയാണ് വിദ്യയുടെയും വിജ്ഞാനത്തിൻ്റെയും ദേവതയായ സരസ്വതീ ദേവിയും ദേവി തന്നെയാണ്. ശാസ്ത്രമയി, സർവശാസ്ത്രങ്ങളുടെയും രൂപത്തിലുള്ളത് ദേവി തന്നെയാണ്. ഗുഹാംബ, സുബ്രഹ്മണ്യൻ്റെ മാതാവായതും ദേവി തന്നെയാണ്. ഗുഹ്യരൂപിണി, മറഞ്ഞിരിക്കുന്ന രൂപത്തോട് കൂടിയവളാണ് ദേവി. രഹസ്യമായി ദേവിയെ ഒരു രൂപത്തോടെ നമുക്ക് കാണാൻ പറ്റില്ല. ദേവി രഹസ്യമായി എല്ലാ ഭാഗത്തും സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. സർവോപാധി വിനിർമുക്ത സദാശിവ പതിവ്രത. സർവോപാധി വിനിർമുക്ത, എല്ലാ ഉപാധികളിൽ നിന്നും മുക്തയായവളാണ് ദേവി. സദാശിവ പതിവ്രത, പരമേശ്വരനാകുന്ന സ്വഭർത്താവിൻ വ്രതനിഷ്ഠയോട് കൂടിയവളാണ് ദേവി. സർവകാലവും ശിവൻ തന്നെ പതി എന്ന നയത്തോട് കൂടിയവളാണ് ദേവി. സമ്പ്രദായേശ്വരി, സദാചാരങ്ങളുടെ ഈശ്വരിയായവളാണ്. സമ്പ്രദായേശ്വരി സ്വാതി ഗുരുമണ്ഡലരൂപിണി, സദാചാരങ്ങളുടെ ഈശ്വരിയായവളാണ് ദേവി. സ്വാതി സൽഗുണസമ്പന്നയായവളാണ്. ലക്ഷ്മി ദേവിയായതും രതിദേവിയായതും ദേവി തന്നെയാണ്. ഗുരുമണ്ഡലരൂപിണി, ഗുരുപരമ്പരയുടെ രൂപത്തിലുള്ളതും ദേവി തന്നെയാണ്. ജഗദ്ഗുരുവായ ശിവൻ മുതൽ തൻ്റെ പ്രത്യക്ഷ ഗുരുനാഥൻ വരെ ഗുരുസമൂഹത്തിൻ്റെ രൂപത്തിലുള്ളതും ദേവി തന്നെയാണ്. കുളോതിർണ ബഗാരാധ്യ മായ മധുമതീമഹി. കുളോതിർണ, മനസ്സടക്കമുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതും ദേവി തന്നെയാണ്. ബഗാരാധ്യ, ഭഗനാൽ ആരാധിക്കപ്പെടുന്നവളും ദേവി തന്നെ. ഭഗൻ ആദിത്യൻ ആരാധിക്കപ്പെടുന്നതും ദേവിയെ തന്നെയാണ്. മായ, വിഷ്ണു മായയായവളും ദേവി തന്നെ. മധുമതി, തേൻ പോലെ മധുരമായിരിക്കുന്നവളാണ് ദേവി. മധുമതി എന്ന നദിയുടെ രൂപത്തിലുള്ളതും ദേവി തന്നെയാണ്. മഹി, ഭൂമി ദേവിയായിരിക്കുന്നതും ദേവി തന്നെയാണ്. ഗുണാംബ, ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ. ഗുണാംബ, ഗണപതിയുടെ മാതാവായതും ദേവി തന്നെയാണ്. ഗുഹ്യകാരാധ്യ, ഗുഹ്യകന്മാരിൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ദേവഗണത്തിൽപ്പെടുന്നവരാണ് ഈ ഗുഹകന്മാർ. കോമളാംഗി, സുന്ദരമായ അംഗങ്ങളോട് കൂടിയവളാണ് ദേവി. ഗുരുപ്രിയ, കോമളാംഗി ഗുരുപ്രിയ, ജഗദ്ഗുരുവായ പരമശിവൻ്റെ പ്രിയ പത്നിയായവളാണ് ദേവി. സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി. സ്വതന്ത്രമായി സർവവും ചെയ്യുന്നവളാണ് ദേവി. സർവതന്ത്രേശി, സ്വതന്ത്ര സർവതന്ത്രേശി, എല്ലാ തന്ത്രങ്ങളുടെയും ദേവതയാണ് ദേവി. മുന്നേ നമ്മൾ പറഞ്ഞിരുന്ന 64 തന്ത്രങ്ങൾക്കും ഉടമയായവളാണ് ദേവി. ദക്ഷിണാമൂർത്തി രൂപിണി, ദക്ഷിണാമൂർത്തിയുടെ രൂപത്തോട് കൂടിയവളും ദേവി തന്നെയാണ്. പരമശിവൻ്റെ വിദ്യയുമായി ബന്ധപ്പെട്ട മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി. അടുത്തത് സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി.
സനകാദി സമാരാധ്യ, സനാദികളാൽ നന്നായി ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. സനകൻ, സനാതനൻ, സനന്ദൻ, സനൽകുമാരൻ എന്നീ 4 പേരാണ് സനകാദികൾ. ഇവർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരും എന്നും 5 വയസ്സ് മാത്രം പ്രായമുള്ളവരും തപസ്വികളുമാണ് ഇവരാണ് സനകാദികൾ. ശിവജ്ഞാനപ്രദായിനി, പരമേശ്വരനെ സംബന്ധിച്ച് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതും ദേവി തന്നെയാണ്. ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി. ചിത്കല, പരമജ്ഞാനത്തിൻ്റെ കലാസ്വരൂപിയായിരിക്കുന്നതും ദേവി തന്നെയാണ്. ആനന്ദകലിക, പരമാനന്ദത്തിൻ്റെ പൂമൊട്ടായിരിക്കുന്നതും ദേവി തന്നെയാണ്. എല്ലാവരും ഉള്ളിലും ദേവി കുടികൊള്ളുന്ന ഒരു പൂമൊട്ട് രൂപേണ എല്ലാവരുടെ ഉള്ളിലും ദേവി വസിക്കുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നന്നായി ദേവിയെ ഉപാസിച്ച് ദേവിയുടെ ഭക്തി കൊണ്ട് ദേവിയെ കീഴ്പ്പെടുത്താൻ കഴിയണം. അതായത് നന്നായി ഭക്തിയോടെ ഇരുന്നാൽ ഈ പൂമൊട്ട് വിരിഞ്ഞ് വരുന്നതാണ്. അല്ലാത്തവരിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പ്രേമരൂപ, പരിശുദ്ധമായ പ്രേമത്തിൻ്റെ, അതായത് ഭക്തിയുടെ രൂപത്തിലുള്ളതും ദേവി തന്നെയാണ്. പ്രിയങ്കരി, എല്ലാവർക്കും പ്രിയത്തെ ചൊരിയുന്നവളാണ് ദേവി. നാമപാരായണപ്രീത നന്ദിവിദ്യ നടേശ്വരി. നാമപാരായണപ്രീത, സ്വന്തം നാമം ഉരുവിടുന്നവരിൽ തൃപ്തിയായിട്ടുള്ളവരാണ് ദേവി. നമ്മൾ നാമം ജപിക്കുമ്പോൾ അത് ഏത് നാമമായിക്കൊള്ളട്ടെ, ദേവി അതിൽ തൃപ്തയാണ്. നന്ദിവിദ്യ, നന്ദീശ്വരനാൽ ഉപാസിക്കപ്പെടുന്ന മന്ത്രത്തോടു കൂടിയതും ദേവി തന്നെയാണ്. നടേശ്വരി, ചിദംബര നടരാജൻ്റെ പത്നിയായവളാണ് ദേവി. അടുത്തത് മിഥ്യ ജഗത് അധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി. മിഥ്യ ജഗത് അധിഷ്ഠാന, എന്നും നിലനിൽക്കാത്ത ജഗത്തിൻ്റെ അധിഷ്ഠയായതും ദേവി തന്നെയാണ്. മുക്തിദ, മുക്തി പ്രദാനം ചെയ്യുന്നവളും ദേവി തന്നെ. മുക്തിരൂപിണി, മോക്ഷത്തിൽ രൂപം കൊള്ളുന്നവളും ദേവി തന്നെയാണ്. ലാസ്യപ്രിയ, സ്ത്രീകളുടെ ലാസ്യം പ്രിയമായിട്ടുള്ളവളാണ് ദേവി. പുരുഷന്മാരുടെ നൃത്തത്തെ താണ്ഡവമെന്നും സ്ത്രീകളുടെ നൃത്തത്തെ ലാസ്യമെന്നുമാണ് അറിയപ്പെടുന്നത്. സ്ത്രീകളുടെ ലാസ്യം വളരെയധികം ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. ലയങ്കരി, ലയത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. ലജ്ജയുടെ രൂപത്തിൽ കുടികൊള്ളുന്നതും ദേവി തന്നെയാണ്. കുലീനകളായ സ്ത്രീകളിൽ തെറ്റ് ചെയ്യാൻ ഒരു മടിയുണ്ടാവും. എല്ലാവർക്കും തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ലജ്ജ നമ്മളുള്ളിൽ ഉണ്ടായിരിക്കും. ഈ ലജ്ജാരൂപത്തിൽ കുടികൊള്ളുന്നതും ദേവി തന്നെയാണ്. രംഭാതിവന്ദിത, രംഭ, ഉർവശി, മേനക, തിലോത്തമ എന്നിങ്ങനെയുള്ള അപ്സരസുകളാൽ വന്ദിക്കപ്പെടുന്നതും ദേവി തന്നെയാണ്. ഭവതാവ സുധാവൃഷ്ടി പാപാരണ്യ ദവാനല. ഭവതാവ സുധാവൃഷ്ടി, സംസാരമാകുന്ന കാട്ടുതീയിനെ നശിപ്പിക്കുന്ന അമൃത വൃഷ്ടിയായവളാണ് ദേവി. ദാവം, കാട്ടുതീ, അതായത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദേവി അതിനെ നമ്മൾ ക്ഷമിച്ച് നാമജപത്തിലൂടെ എല്ലാം ദേവി കാട്ടുതീ പോലെ നശിപ്പിച്ച് കളയുന്നതാണ്. പാപാരണ്യ ദവാനല, പാപമാകുന്ന സമൂഹത്തെ ചുട്ടരിക്കുന്ന കാട്ടുതീയായവളാണ് ദേവി. അതായത് നമ്മൾ തെറ്റ് ചെയ്ത് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ അതെല്ലാം പുറത്ത് ദേവിയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദേവി അതെല്ലാം ചുട്ടരിക്കുന്ന കാട്ടുതീയായി വരുന്നവളാണ്. ദൗർഭാഗ്യദൂലവാതുല, ദൗർഭാഗ്യമാവുന്ന പഞ്ഞിയെ പറപ്പിക്കുന്ന ചുഴലിക്കാറ്റായിട്ടും ദേവി ഉണ്ട്. അതായത് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും, തെറ്റിൻ്റെ ഒരു കൂമ്പാരം തന്നെ ചെയ്താലും അതെല്ലാം ഒരു പഞ്ഞി പോലെ ചുഴലിക്കാറ്റായി വന്ന് പറത്തിക്കളയുന്നവളാണ് ദേവി. ഒരു ചുഴലിക്കാറ്റിനെ പഞ്ഞി എന്താ അത്രയും നിസ്സാരമായിട്ട്, അതുപോലെ നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നമ്മൾ ദേവിയെ വിളിച്ച് ക്ഷമാപണം ചെയ്ത് നമസ്കരിച്ച് ജപിച്ചാൽ ദേവി എല്ലാം ക്ഷമിച്ച് നമുക്ക് അനുഗ്രഹം തരുന്നതാണ്. ജരാദ്വന്ത രവിപ്രഭ, ജരയാകുന്ന ഇരുട്ടിനെ അകറ്റുന്ന സൂര്യപ്രകാശമായവളാണ് ദേവി. അതായത് വാർദ്ധക്യകാലങ്ങളിലും കൂട്ടിന് ആരും ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ, മക്കളും ഭർത്താവ് ആരും ഇല്ലെങ്കിലും ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ എന്നും ദേവി നമുക്ക്
ഏത് വാർദ്ധക്യ കാലഘട്ടത്തിലും ദേവിയെ ഉപാസിച്ചാൽ ദേവി നമുക്ക് കൂട്ടിനുണ്ടാകും. ഒരിക്കലും ഏകാന്തത നമുക്ക് അനുഭവപ്പെടുകയില്ല. ദേവിയുടെ നാമം ഉരുവിട്ട് ദേവിയെ നമ്മളിൽ ഒരാളായി കാണുക. ദേവിയുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും പ്രായമാകുന്നില്ല. ദേവിക്ക് നമ്മളെല്ലാവരും എന്നും കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ദേവിയുടെ അരികിൽ പ്രായമോ ഒന്നുമില്ല. ദേവിയെ നന്നായി ഉപാസിച്ച് ദേവിയെ പ്രാർത്ഥിച്ചിരുന്നാൽ നമ്മൾ ഒരിക്കലും ഏകാന്തത അനുഭവപ്പെടുകയില്ല. ദേവി നമ്മളെ നന്നായി സംരക്ഷിക്കുന്നതാണ്. അടുത്ത ദിവസം ബാക്കി നാമങ്ങളും അർത്ഥവുമായി വരാം. എല്ലാവരെയും ദേവി രക്ഷിക്കട്ടെ. ഓം മഹേശ്വരിയേ നമഃ.